അപ്പോൾ എൻ്റെ ചലഞ്ച് ഇയാളെ വല്ലാതെ കുഴക്കി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്രയും സമയം ഞാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു എൻ്റെ ചലഞ്ചിന് വല്ല മറുപടിയും ഉണ്ടാകുമോ എന്ന്. പക്ഷേ ഇതുവരെയും നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചില്ലേ, ഇതുവരെയും ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കോ എൻ്റെ ചലഞ്ചിനോ ഇയാൾക്ക് മറുപടി പറയാനോ അത് ഏറ്റെടുക്കാനോ ഇയാൾക്ക് സാധിച്ചില്ല. ഞാൻ ചോദിച്ചത് വളരെ ലളിതമായ ചോദ്യങ്ങളായിരുന്നു. നിങ്ങൾ ഈ ഉദ്ധരിച്ച സംഭവത്തിൽ ഷബീബ് യൂനിസിൽ നിന്ന് ഉദ്ധരിക്കുന്ന റിവായത്തുണ്ടോ, അതല്ലെങ്കിൽ അങ്ങനെയുള്ള സനദുണ്ടോ, ഉണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് കാണിക്കണം എന്നായിരുന്നു ഞാൻ ചോദിച്ചിരുന്നത്. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, എന്നെ കേൾക്കുന്നവർക്ക് വളരെ ബോധ്യമാകും. ഇതിന് മറുപടിയില്ല, ഇതിന് മറുപടി പറയാൻ കഴിയില്ല, ഉണ്ടെങ്കിൽ പറയട്ടെ. അപ്പൊ ഇത് ശരിക്കും നിങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു. എന്നെ കേൾക്കുന്നവർ ശരിക്കും മനസ്സിലാക്കണം, ഇതേപോലെയുള്ള സമസ്ത മുസ്ലിയാക്കന്മാരും ഈ മുസ്ലിയാക്കന്മാരോട് ചാരി നിൽക്കുന്ന ഇതേപോലുള്ള ചങ്ങാതിമാരൊക്കെ നിങ്ങളെ കബളിപ്പിക്കുകയാണ്. ഇവരൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സ്രഷ്ടാവായ റബ്ബിൽ നിന്ന് സൃഷ്ടികളിലേക്ക് ക്ഷണിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. മനസ്സിലാക്കണം നമ്മൾ. അപ്പൊ അതുകൊണ്ട് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാനും സഹായം തേടാനുമാണ് ഈ നിലക്ക് കടന്ന് തിളക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അതിനൊരു തെളിവുണ്ടോ? കൃത്യമായി ഇല്ല. ഒരു കാര്യം ചോദിച്ചാൽ അതിന് മറുപടിയില്ല. അപ്പൊ ഇത് വഞ്ചനയാണ്, നമ്മളെ കബളിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി ബോധ്യമായി. അൽഹംദുലില്ലാ. ഇത് വഞ്ചന എന്ന് പറയാൻ കാരണം ഇപ്പൊ ഈ ചങ്ങാതി ഉണ്ടല്ലോ, ഇയാളെ കുറിച്ച് ഞാൻ ഇതുവരെ ഫ്രോഡാണെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ ഇയാൾ പക്ക ഫ്രോഡാണ് എന്ന് കഴിഞ്ഞ ദിവസം എനിക്ക് മനസ്സിലായി. എന്താ ചെയ്യുന്നതെന്നറിയോ? അപ്പൊ ഞാനിങ്ങനെ ഒരു വെല്ലുവിളി നടത്തിയപ്പോൾ അതിൽ നിന്ന് ജനങ്ങളെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി ഇയാൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നേരിട്ട് ചർച്ചക്കുണ്ടോ എന്ന് ചോദിച്ചിട്ട് അതിലേക്ക് ശ്രദ്ധ കൊണ്ടുപോവുക, ഈ ഒരു പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം തീരുമാനമാകേണ്ടത് ഇതാണ്. ഇത് പറഞ്ഞാൽ വിഷയം തീർന്നല്ലോ. അപ്പൊ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഇയാൾ ചെയ്തൊരു വഞ്ചന എന്താണെന്നറിയോ? എന്നോട് പ്രൈവറ്റ് ആയിട്ട് ചാറ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഈ ചാറ്റ് പ്രൈവറ്റ് ആണ്, ഇതെന്റെ അനുവാദമല്ലാതെ നിങ്ങൾ പുറത്തു വിടാൻ പാടില്ല. എന്നിട്ടും ഇയാൾ എന്ത് ചെയ്തു? ഞാൻ ഇയാളുമായി പ്രൈവറ്റ് ആയിട്ട് നടത്തിയ ചാറ്റ് ഇയാൾ പുറത്തു വിട്ടു. എനിക്കത് പുറത്തു വിട്ടുകൊണ്ട് വ്യക്തിപരമായ പ്രശ്നമല്ല, പക്ഷെ എൻ്റെ അനുവാദമല്ലാതെ ചെയ്യാൻ പറ്റുമോ? ഇസ്ലാമികമായി ഒരാളോടും, ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് അയാൾ ചെയ്യേണ്ട ഒരു ബാധ്യതയാണത്. എത്ര ഗൗരവത്തോടെയാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. ഇപ്പോൾ ഞാനിപ്പോ ഇങ്ങനെ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാൾ മറ്റൊരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളിങ്ങനെ തിരിഞ്ഞു നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടോ ആരെങ്കിലും അത് കേൾക്കുന്നുണ്ടോ എന്ന്. അങ്ങനെ തിരിഞ്ഞു നോക്കി, അയാൾ പറഞ്ഞില്ല ഇത് ആരോടും പറയരുത് എന്ന് പോലും പറഞ്ഞില്ല, തിരിഞ്ഞു നോക്കിയാൽ പോലും കേൾക്കുന്ന ആൾ മനസ്സിലാക്കണം ഫഹിയ അമാന, അതൊരു അമാനത്താണ്, വിശ്വാസപൂർവ്വം ഏൽപ്പിച്ച കാര്യമാണ്, അത് മറ്റൊരാളോടും പറയാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയാൻ. അപ്പൊ ഈ ഒരു അമാനത്തില്ലാത്തവന് പിന്നെ എന്ത് ഈമാന? ലാ ഈമാന ലിമൻ ലാ അമാനത്തലഹു എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. അമാനത്തില്ലാത്തവനൊരു ഈമാനും ഇല്ല. അപ്പൊ ഇതേപോലെയുള്ള പക്ക ഫ്രോഡുകൾ ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ വന്ന് നമ്മളെ വഴിപിഴപ്പിക്കും, തെറ്റിദ്ധരിപ്പിക്കും. ഇത് ഒരിക്കൽ കൂടി എല്ലാവർക്കും ബോധ്യമായി. അള്ളാഹു സത്യം മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.